ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേറ്റ് മലയാളം. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് എങ്ങനെയാണ്, റോഡിൽ ബ്ലോക്ക് ഉണ്ടോ, എങ്ങനെയാണ് അവസ്ഥയെന്നോ, കടകളൊക്കെ തുറക്കുന്നുണ്ടോ, പണിമുടക്ക് പൂർണ്ണമാണോ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. തട്ടത്തോട് ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും വലുതായിട്ട് തിരക്കൊന്നുമില്ല, റോഡൊക്കെ ഒഴിഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. നമുക്കിനിപ്പോൾ എന്തായാലും കിളിമാനൂർ പോയിട്ട് ഇപ്പോൾ ഇന്നലെ ബൈക്കിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി പറഞ്ഞു പുള്ളി എന്തായാലും ടൂ വീലറാണ് പോകുന്നത്. അപ്പോൾ നീ വണ്ടി കിളിമാനൂർ വെക്കും, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കിളിമാനൂർ സ്റ്റാൻഡ് എത്തിയിട്ട് വണ്ടി അവിടെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ, എന്താണ് അവസ്ഥ നോക്കിയിട്ട് ഞാൻ പറയാമെന്നാണ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്. പുള്ളി എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റോഡിൽ പ്രതീക്ഷ പോലെ തന്നെ വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഓഫീസിലോ ചില ആൾക്കാർക്ക് ഓഫീസുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചേക്കുന്നുണ്ട്, സർക്കാർ ജോലിക്കാർക്കെല്ലാം പോയേ പറ്റും. സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വലിയ തിരക്കൊന്നുമില്ല. ബസ് KSRTC സ്റ്റാൻഡ് രണ്ട് എൻട്രിയിലും എക്സിറ്റിലും ബസ്സുകളെല്ലാം നിറച്ച് അടുക്കിയിട്ടൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ബസ്സുകളൊന്നും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ പുള്ളിയുടെ പോവാം. കിളിമാനൂർ ജംഗ്ഷനിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും കടകളും തുറന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു പവർ ടൂൾസ് വാടകയ്ക്ക് കട തുറന്നിട്ടുണ്ട്. അതല്ലാതെ മെജോറിറ്റി എല്ലാ കടകളും അടഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. പെട്രോൾ പമ്പിൻ്റെ സ്ഥലത്തെത്തി. പെട്രോൾ പമ്പിൽ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്, അല്ലാതെ വലുതായിട്ട് ആരും ഇല്ല. റോഡും എല്ലാം വിജനമായിട്ട് തന്നെ കിടക്കുകയാണ്. കുറച്ച് ഓട്ടോ ചേട്ടന്മാരെന്തായാലും ജംഗ്ഷനിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താണ്, പണിമുടക്കാരുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്താണെന്ന് ഇപ്പോൾ ഞാൻ അറിയില്ല. എല്ലായിടത്തും പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് കൊടിയെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. റോഡിൽ അങ്ങും ഇങ്ങുമായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും പുരന്തവൺ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. പുരന്തവൺ ജംഗ്ഷൻ എത്താറാകുമ്പോഴും കുറച്ച് വാഹനങ്ങൾ കാണുന്നതല്ലാതെ ബസ്സുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഇനിയിപ്പോൾ കാരേറ്റും വെഞ്ഞാറമൂടൊക്കെ എങ്ങനെയാണ് തിരക്കെന്ന് പോകുന്ന വഴിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും മുൻപോട്ട് തന്നെ പോയി നോക്കാം. കാരേറ്റ് ജംഗ്ഷനിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാരേറ്റ് ജംഗ്ഷനിൽ ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. ഗോകുലം ഹോസ്പിറ്റലിലോട്ട് എയർപോർട്ടിലൊക്കെ പോകുന്ന ബോർഡൊക്കെ വെച്ച കുറച്ച് കാറുകളുണ്ട്. അത് കൂടാതെ തന്നെ ജംഗ്ഷനിലും കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. അവരിപ്പോൾ എനിക്ക് തോന്നുന്നു ദൂരെ നിന്നങ്ങോട്ടൊക്കെ വന്ന് എങ്ങോട്ടെങ്കിലൊക്കെ പോകാണ്ട് നിൽക്കുന്ന ആൾക്കാരാണോ, അതേ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാണ്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് അറിയില്ല. ബസ്സുകാർ നിൽക്കുകയാണെന്നാണ് വിശ്വാസം. എന്തായാലും കിളിമാനൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊന്നും ഇല്ല. ഇനി വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ലോങ് റൂട്ട് പോകുന്ന ബസ്സുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടറിയുന്നിട്ടിരിക്കുന്നു. ഇനി മുൻപോട്ട് നോക്കാം. വെഞ്ഞാറമൂട് ജംഗ്ഷൻ്റെ കാര്യമാണ് ഇനി ഒരു സംശയമുള്ളത്. തിങ്കളാഴ്ച ദിവസങ്ങളിലും കൂടാതെ തന്നെ ഒരുത്തുള്ള എല്ലാ ദിവസങ്ങളിലും വെഞ്ഞാറമൂട് ഇപ്പോൾ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, നല്ല ബ്ലോക്കാണ്. പൈലിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് അത്യാവശ്യം വാഹനങ്ങൾ കടത്തി വിടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമ്മൾ ബ്ലോക്കിൽ കിടക്കാറാണ് പതിവ്. ഓഫീസിൽ പോകുമ്പോൾ കുറേ നേരത്തെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. സബ് റോഡുകൾ അത്രയും പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ റീടാറിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ ബ്ലോക്ക് ഒന്ന് മാറി കുറച്ചും കൂടെ പെട്ടെന്ന് ഓഫീസിലെത്താനോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടായിട്ടിരിക്കുക. ഇപ്പോൾ കുറേ ആംബുലൻസിൽ പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ്, രോഗികളായിട്ട് പോകാൻ നേരത്ത് അവർ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകാന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെയും വെഞ്ഞാറോട്ട് പോകുമ്പോഴും ഇപ്പോൾ എന്തായാലും ബ്ലോക്കൊന്നും കാണുന്നില്ല. വെഞ്ഞാറോട്ട് ജംഗ്ഷനിലോട്ട് എത്തിയിട്ട് കാണാം. ജംഗ്ഷൻ എത്താറായപ്പോഴും അത്യാവശ്യം വണ്ടികളൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. റോഡിലും കടകളൊന്നും തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. നമ്മുടെ രണ്ട് റോഡുണ്ട്, രണ്ട് സബ് റോഡ്. ഒന്ന് വലത്തോട്ട് പോകുന്നു, ഒന്ന് ഇടത്തോട്ട് പോകുന്നു. ഒന്ന് ഇടത്തോട്ട് പോകുന്ന മാർക്കറ്റിൻ്റെ അതിലേക്ക് താഴെ പോയി നമ്മുടെ പുത്തമ്പാറ റോഡിൽ ചെന്ന് കയറുന്ന വഴിയാണ്. അതിൻ്റെ പണിയൊന്നും തീർന്നില്ലെങ്കിൽ അത്യാവശ്യം ആ ജംഗ്ഷനിലെ ബ്ലോക്കൊന്ന് മാറിയാണ്. ഈ റോഡിൻ്റെയും റീടാറിങ് തുടങ്ങിയിട്ടുണ്ട് വർക്ക്. ഇനി ലെഫ്റ്റ് സൈഡിലൊരു റോഡുണ്ട്, ഞാൻ പറഞ്ഞ കണക്ക് മാർക്കറ്റിന് അങ്ങോട്ട് പോയി ഇറങ്ങുന്ന റോഡ്. മുൻപേ അതിലായിരുന്നു വണ്ടി കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ റീടാറിങ് അത്യാവശ്യം നടക്കുന്നുണ്ട് വർക്കുകളൊക്കെ. ഈ വെഞ്ഞാറമൂട് ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ടാണ് പാലത്തിൻ്റെ പണി തുടങ്ങിയത്. ബൈപ്പാസിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം ബ്ലോക്ക് കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല. ആക്ച്വലി സബ് റോഡിൻ്റെ പണി പ്രോപ്പർലി ചെയ്യാതെ പാലത്തിൻ്റെ പണി തുടങ്ങിയതാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടാകാൻ വേണ്ടി കാരണമായിട്ടുള്ളത്. നമുക്ക് എന്തായാലും മുമ്പോട്ട് തന്നെ പോയി നോക്കാം. വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ നിന്ന് വണ്ടികളൊക്കെ പോകുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. മുമ്പോട്ട് പോയി നോക്കാം. ഈ ഇടുങ്ങിയ വഴി കൂടെ നമുക്ക് പോകാമെന്നുള്ളത് തന്നെ ആക്ച്വലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ വഴിയാണ് ബസ്സും കടത്തി വിടുന്നത്. ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറകെ നിന്ന് വരുന്ന ബൈക്കുകാരും സൈഡിൽ കൂടെ കൊണ്ട് കയറുമ്പോൾ ടോട്ടലി ബ്ലോക്ക് ആവുകയാണ്. അത് കാരണമാണ് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും നല്ല ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. വെഞ്ഞാറമൂട് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. മുന്നോട്ട് പോയി നോക്കാം നമുക്ക്. ഇപ്പോൾ സ്റ്റാൻഡ് എത്താറുണ്ട്. ഇപ്പോഴും ബസ്സുകളൊന്നും കാണുന്നില്ല. പ്രൈവറ്റ് വെഹിക്കിൾസ് അല്ലാതെ ബസ്സുകളൊന്നും ഓടുന്നതായിട്ട് കാണുന്നില്ല. നമുക്കിപ്പം സെക്കൻഡ് ഗേറ്റ് ഉണ്ട്. സെക്കൻഡ് ഗേറ്റ് എത്തുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ബസ്സുകളെല്ലാം ഇറങ്ങുന്നുണ്ടോ എന്താണെന്നുള്ള കാര്യം. ഈ വഴി മുന്നോട്ട് പോകാമെന്നുള്ളത് തന്നെ അത്യാവശ്യം നല്ല കഷ്ടപ്പാട് പിടിച്ച കാര്യമാണ്.
ഒന്നാമത് റോഡ് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ വാഹനത്തിനും കൂടുതലും പണികൾ വരുന്നത് ഈ റോഡിൽ പോകുമ്പോഴാണ്. വെഞ്ഞാറോട് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളൊന്നും എടുത്തിട്ടില്ല. എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ തന്നെ കിടക്കുകയാണ്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. മാണിക്കോട് ഇവിടെ കടകളും തുറന്നിട്ടില്ല. എന്തായാലും കുമ്പായം നെടുമങ്ങാട് ആ ഭാഗത്ത് എങ്ങനെയാണെന്ന് അറിയാനുള്ളത്. പോകുന്ന വഴിക്കാണ് ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. എന്തായാലും ഓഫീസിൽ നമ്മളെന്തായാലും നെടുമങ്ങാട് എത്താറുണ്ട്. നെടുമങ്ങാട് പോകുന്ന റോഡ് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയല്ല, പാർട്ടായിട്ട് ടാർ ചെയ്ത് കാരണം വണ്ടി ചാടിയാണ് പോകുന്നത്. അത് കാരണം വാഹനത്തിനും പ്രശ്നമാണ്. ടൂ വീലറിൽ പോകുന്നവർക്ക് നടുവിന് നല്ല ബുദ്ധിമുട്ടാണ്. നെടുമങ്ങാട് ജംഗ്ഷൻ എത്തിയിട്ട് ഇനി എന്താണ് നോക്കണം. ജംഗ്ഷനിൽ തിരക്കാണോ, കടകളൊക്കെ തുറന്നിട്ടുണ്ടോ, അതോ സമരക്കാരെങ്കിലും ഉണ്ടോ, എന്താണ് അറിയില്ല. മുന്നോട്ട് തന്നെ പോയി നോക്കാം. ഇത് നമ്മുടെ പഴകുറ്റി പാലമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കല്ലിങ്കൽ വഴി കയറിയാണ് ഓഫീസിൽ പോകുന്നത്. നെടുമങ്ങാട് ജംഗ്ഷനിലൂടെ ഞങ്ങൾ പോകത്തില്ല. എന്തായാലും പഴകുറ്റിയിൽ കടകളൊന്നും തുറന്നിട്ടില്ല. ഇപ്പോൾ കല്ലിങ്കൽ ജംഗ്ഷനിൽ പോയിട്ട് എന്താണെന്ന് അറിയാം. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ പോകുന്ന മിക്ക വണ്ടികളും കല്ലിങ്കൽ ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ കല്ലിങ്കൽ ജംഗ്ഷൻ എത്തുമ്പോൾ അറിയാം ആൾക്കാരൊക്കെ വരുന്നുണ്ടോ, എങ്ങനെയാണ്, ഇതിപ്പോൾ എല്ലാവരും വീട്ടിലാണോ, എന്താണ് കാര്യങ്ങൾ അറിയില്ല. മുന്നോട്ട് തന്നെ പോയി നോക്കാം. സാധാരണ കല്ലിങ്കലോട്ട് പോകുന്ന വഴിക്ക് നല്ല തിരക്കുണ്ടാകാറാണ് പതിവ്. എല്ലാ വാഹനങ്ങളും ഇതുവഴി കയറിയാണ് ഓഫീസിലോട്ടും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് വിതിരയൊക്കെ പോകുന്ന കുറേ കൂടുതൽ ആൾക്കാർ ഇതുവഴിയെ കയറി പോകാറുണ്ട്. പക്ഷേ ഇവിടെയൊന്നും ആരും ഇല്ല. കല്ലിങ്കൽ ജംഗ്ഷനിലും കടകളൊന്നും തുറന്നിട്ടില്ല. ഇവിടെയുള്ള ഷോറൂമുകളെല്ലാം അടഞ്ഞു കിടക്കുന്നത്. കുറച്ച് ആൾക്കാർ മാത്രം കാണുന്നുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ ഓഫീസിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഗേറ്റ് വരെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഫസ്റ്റ് ഗേറ്റ്. ബാങ്ക് ഗേറ്റ് എന്ന് പറയും. ബാങ്ക് ഗേറ്റിലും വലിയ തിരക്കൊന്നുമില്ല. സാധാരണ ഈ സമയത്തൊക്കെ നല്ല തിരക്ക് കാണുന്നതാണ്. മുന്നോട്ട് തന്നെ പോയി നോക്കാം നമുക്ക് എന്തായാലും. സാധാരണ ഞങ്ങളെല്ലാവരും ഈ ബാങ്ക് ഗേറ്റ് വഴിയാണ് കയറാറ്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ബാങ്ക് ഗേറ്റ് വഴി കയറുന്നില്ല. മുമ്പോട്ട് തന്നെ പോകാം. മെയിൻ ഗേറ്റ് വഴി കയറാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം വെച്ചാൽ ഇന്നിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഗേറ്റിലാകുമ്പോഴത്തേക്കും CSF ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് വാഹനമൊക്കെ സേഫായിട്ട് വയ്ക്കാൻ പറ്റിയത് നമുക്ക് മെയിൻ ഗേറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെന്തായാലും മെയിൻ ഗേറ്റ് എത്താറായിട്ടുണ്ട്. എന്തായാലും കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മുടെ ബസ്സൊന്നും എത്തിക്കാണത്തില്ല. 9 മണിക്കാണ് ബസ്സൊക്കെ റീച്ച് ആവുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിനി എന്തായാലും ബൈക്ക് കൊണ്ട് വയ്ക്കാം. ബൈക്ക് കൊണ്ട് വെച്ചിട്ട് കയറാം. ഡ്യൂട്ടിക്കുള്ള ടൈമായി. 9 മണി ആവാറായി. ഇപ്പോൾ എന്തായാലും പാർക്കിംഗ് കൊണ്ട് ബൈക്ക് വയ്ക്കുക, കയറിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ട് കാണാം. ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ട് കാണാം. ഇന്ന് പണിമുടക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാമായിരുന്നു. 3:45 നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നോർമലി 5 മണിക്കാണ് ഓഫീസിൽ കഴിയുന്നത്. നമുക്ക് എന്തായാലും മുൻപോട്ട് തന്നെ പോയി നോക്കാം. നെടുമങ്ങാട് ഇനി എന്താണ് അവസ്ഥ എന്നറിയില്ല. നെടുമങ്ങാട് ഇനി പണിമുടക്കാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. വെഞ്ഞാറോടത്തെ അവസ്ഥയോട് നോക്കണം. ഇനി വെഞ്ഞാറോട് ബ്ലോക്ക് സാധാരണ വൈകുന്നേരങ്ങളിൽ വെഞ്ഞാറോട് നല്ല ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമന്വയ വഴി കറങ്ങിയൊക്കെ പോകേണ്ടിയിരിക്കുന്നത്. അവിടെ ഫുള്ള് റോഡ് പൊളിഞ്ഞ് കിടക്കുന്ന കാരണം നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. നമുക്ക് കല്ലിങ്കലെത്തിയിട്ട് ഇനിയിപ്പോൾ നെടുമങ്ങാട് എന്തെങ്കിലും ഇഷ്യൂ വന്ന വഴിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമ്മളിപ്പോൾ എന്തായാലും തിരിച്ച് വെഞ്ഞാറോട് ആവാറായിട്ടുണ്ട്. ഇവിടെ മാണിക്കോട് ഉത്സവം തുടങ്ങാറായി. അതുകൊണ്ട് അത്യാവശ്യം കച്ചവടക്കാരൊക്കെ ഉണ്ട് റോഡിൽ. ഇനി മാണിക്കോട് ഫെസ്റ്റ് തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ റോഡ് വഴി വലുതായിട്ട് ബസ്സുകളൊന്നും പോകാത്തതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിവിടെ ഉത്സവത്തിനൊക്കെ വരാൻ പറ്റുക, എങ്ങനെയാണ് ബാക്കി പ്രൊസീജിയേഴ്സ് എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഒരു വണ്ടി കടത്തി വിടുകയെന്നും എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. വെഞ്ഞാറോട് ജംഗ്ഷനിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ വീടെത്താം. വെഞ്ഞാറോട് ജംഗ്ഷനിൽ എന്തായാലും തിരക്കൊന്നുമില്ല. രാവിലെ കണ്ടത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് റോഡും കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ട്രേഡ് യൂണിയൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരും വാഹനങ്ങളൊന്നും നിരത്തിലിറക്കിയിട്ടില്ല. കടയൊക്കെ ഫുള്ളും അടച്ചു തന്നെയാണ് കിടക്കുന്നത് ഇപ്പോഴും. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ മുമ്പോട്ട് തന്നെ പോവാം. ഇനിയിപ്പോൾ കാര്യമായിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു അരമണിക്കൂറിനകത്ത് തന്നെ വീടെത്താമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് കിളിമാനൂർ എത്താറായപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ജംഗ്ഷനിലൊന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡിൽ ചേട്ടനെ ഇപ്പോൾ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ പോയി ബൈക്ക് എടുത്തിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു എല്ലാ ട്രേഡ് യൂണിയൻസും മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കടകളൊന്നും തുറന്നിട്ടില്ല. റോഡിൽ വലുതായിട്ട് തിരക്കുകളൊന്നും ഇല്ല. ബസ്സുകളൊന്നും ഓടുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റാൻഡിലും ബസ്സുകളൊന്നും എടുത്തിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് രാവിലെ കുറച്ച് പമ്പ ബസ്സുകളൊക്കെ പോയെന്ന് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഇനിയിപ്പോൾ കിളിമാനൂർ ജംഗ്ഷനിലെത്തിയിട്ട് കാണാം. കിളിമാനൂർ ജംഗ്ഷൻ എത്താറായപ്പോഴത്തേക്ക് എന്തായാലും പോലീസ് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇവിടെ ആൾക്കാരൊന്നും വേറെ പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജാഥയായിട്ടോ ഒന്നും കാണാനൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എത്താറായി. ഇനിയിപ്പോൾ പുള്ളിപ്പം എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. നമുക്കിനിയിപ്പോൾ എന്തായാലും ബൈക്ക് എടുത്തിട്ട് വീട്ടിലോട്ട് പോവാം. ചേട്ടനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ട് ബൈക്ക് എടുത്തിട്ട് പോകണം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും
വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.